കഴിഞ്ഞ ദിവസമായിരുന്നു ഓമി ബേബിയുടെ ഒന്നാം പിറന്നാൾ. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഓമിക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിരുന്നു. അശ്വിനും ദിയയും ഇത്തവണ യാത്രയിലായിരുന്നു. പിറന്നാൾ ആഘോഷങ്ങളെല്ലാം തികച്ചും പേഴ്സണലാക്കാറുണ്ട് ദിയ. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായതു മുതലുള്ള എല്ലാ വിശേഷങ്ങളും ദിയ വ്ലോഗിലൂടെ കാണിച്ചിരുന്നു. ലേബർ റൂമിൽ ദിയയ്ക്കൊപ്പമായി വീട്ടുകാരും ഉണ്ടായിരുന്നു. പ്രസവത്തിൻ്റെ വീഡിയോയും അന്ന് വൈറലായിരുന്നു. വീട്ടുകാരും അശ്വിനുമെല്ലാം കൂടെയുണ്ടായിരുന്നത് തനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നെന്ന് ദിയ പറഞ്ഞിരുന്നു. ജനനം മുതൽ മകനെയും കാണിച്ചിരുന്നു ദിയ. ഓമി എന്നാണ് വിളിപ്പേര്. ഓമിയെ കാണാനായി മാത്രം വ്ലോഗ് കാണുന്നുണ്ടെന്നുള്ള കമൻറ്റുകളും വീഡിയോയുടെ താഴെ വരാറുണ്ട്. മകൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യണമെന്ന നിർബന്ധമുണ്ട് ദിയയ്ക്ക്. ഞാൻ തിരക്കിലാണെങ്കിൽ മാത്രം മറ്റൊരാൾ ചെയ്താൽ മതിയെന്നായിരുന്നു ദിയ പറഞ്ഞത്. നേരത്തെ ഞാനും ഇങ്ങനെയായിരുന്നു. മക്കളുടെ കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഓസിയും. നേരത്തെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഉത്തരവാദിത്വവുമില്ലാതെ നടന്നതായിരുന്നു. അമ്മയായതോടെ ഓസി ഒരുപാട് മാറി. കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. സഹോദരങ്ങളും പറഞ്ഞത്. ഓമിയുടെ വരവിനായാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. അവനെ എടുക്കാൻ ഞങ്ങളെല്ലാവരും അടിപിടി കൂടുമെന്നും എല്ലാവരും പറഞ്ഞിരുന്നു. അഹാനയുടേത് പോലെയുള്ള ക്യാരക്ടറാവരുത്. അഹാനയും അശ്വിനും അൺഫോളോ ചെയ്യാനുണ്ടായ കാരണമെന്താണ്? മാസങ്ങൾക്ക് മുൻപേ ഇരുവരും അൺഫോളോ ചെയ്തല്ലോ. അഹാനയുടെ യഥാർത്ഥ സ്വഭാവം അശ്വിന് മനസ്സിലായോ? തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്. അഹാനയും തൻവിയും തമ്മിലുള്ള പ്രശ്നത്തിൽ ദിയയുടെ നിലപാടെന്താണ്? പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളെല്ലാം പരസ്യമാക്കിയത് അഹാനയും തൻവിയും തന്നെയല്ലേ? അതേക്കുറിച്ച് വീഡിയോ ചെയ്തവരെ എന്തിനാണ് കുറ്റം പറയുന്നത്? ശരിക്കും തിരക്കിലായിരുന്നോ അതോ എയറിലായിരുന്നോ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നത്.